അലക്സ്, ആ സോക്കർ ഗെയിം ഒന്ന് നിർത്തോ. എനിക്ക് തലവേദനിക്കുന്നു. നീ ഒന്ന് നിർത്ത്. സോക്കർ ഗെയിം തുടങ്ങാൻ പോവാ. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞാൻ വിജയിക്കാൻ പോകുന്നു. ഗെയിമോ? എന്നെ ഒന്ന് കൊണ്ടുപോ പ്ലീസ്. അകത്ത് ബോൾ കളിക്കാൻ പാടില്ല. പോയി പുറത്തു പോയി കളിക്കേ. സോറി മമ്മി. ഓ സോറി സാം. ഈ റൂൾസ് സഹിക്കാൻ വയ്യാത്തോണ്ടാ നമ്മൾ ഇവിടെ വന്ന് താമസിക്കുന്നത്. എന്നാലും ചില റൂൾസ് ഒക്കെ നമ്മൾ പാലിച്ചേ പറ്റൂ. അത് മനസ്സിലാക്കാം ആദ്യം. റൂൾസ് പറയുന്നവർ ഞങ്ങൾക്ക് ആവശ്യമില്ല. ബൈ പറഞ്ഞിട്ട് പോയാൽ മതി. ഓ, ഈ സ്ഥലം ഒന്ന് നോക്ക്, എത്ര വൃത്തികേടായ കാണിച്ചു വെച്ചിരിക്കണേന്ന്. ഈ ചാർട്ടിലുള്ളതുപോലെ എല്ലാവരും അവരവരുടെ ജോലി നോക്കേണ്ടതാണ്. ക്ലോവർ, ഇത് നിനക്ക് പിടിക്കേ. ഓ നോ, ഇത് നാറുന്നു. അലക്സ്, ഇന്ന് നിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ച് ചെയ്യേണ്ട ജോലിയാണ്. പിടിച്ചോളൂ. ഓക്കേ. എവിടെ ചെയ്യണ്ടേ? ചവർ എവിടെയുണ്ടോ വൃത്തിയാക്കണം. എന്നാ ഇതിന് മാത്രം നമ്മൾ ഒരു ജോലിക്കാരെ വെച്ചാൽ മാസക്കണക്കിന് ശമ്പളം ആര് കൊടുക്കാനാ? നീ സമ്പാദിച്ചു കൊണ്ട് തരുന്നുണ്ടോ? ആദ്യം പോയി ജോലി നോക്കിക്കേ. വേഗം പോ. ഞാൻ വരാം. മാഡം, നിങ്ങൾ പാർസൽ വന്നിട്ടുണ്ട്. ഇപ്പോഴാണല്ലോ ഓർഡർ ചെയ്തത്. അതിനുള്ളിൽ വേഗം എത്തിയോ? ജോലി ചെയ്ത് ക്ഷീണിച്ചവർക്ക് വേണ്ടി കൊണ്ടുവരാനാ ഞാൻ പറഞ്ഞത്. അല്ല ഡെലിവറി ബോയ്, ഇതൊന്ന് തുറന്നു തരാമോ? ഞങ്ങളുടെ കൈ ആകെ അഴുക്കാണ്. തുറന്നു തരാൻ പറഞ്ഞാൽ കത്തുകൊണ്ട് കീറി തരാണല്ലോ. ശബ്ദം ഒന്നും കേൾക്കുന്നില്ലല്ലോ. എവിടെയായിരിക്കും അവൻ? രക്ഷപ്പെടുന്നേ, നമ്മൾ അവനെ നേരിടാം. അവൻ പോയി കഴിഞ്ഞു. നീ ഇത് ക്ലീൻ ചെയ്തില്ലല്ലേ? ഞാൻ ക്ലീൻ ചെയ്തതാ. ഹായ് ഗേൾസ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനം നിങ്ങളുടെ ബാത്റൂമിലുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ, ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കണം ജെറി. നിങ്ങളെ വീണ്ടും കണ്ടതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്കും. ഇതിലുള്ള സ്പെസിമെൻ എല്ലാം ഇന്ത്യൻ ഓഷനിലുള്ളതാണ്. ഇത് എത്ര ദിവസം ഇവിടെ വെക്കും? കുറച്ച് ദിവസത്തേക്ക്. ഓക്കെ ഗ്ലാഡീസ്. ഹേയ് ജെറി, ഇതൊക്കെ പുതിയതാണല്ലോ. ജെറി ഒരു സംഭവം. വെറുതെ പുകഴ്ത്തേണ്ട. കലക്സ്. കലക്സ് അല്ല, അലക്സ്. ഫോണിൽ നിങ്ങൾ എന്തോ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? അതിനു മുമ്പ് കട്ടായി. എന്താണെന്ന് വെച്ചാ പറഞ്ഞോളൂ. ഓക്കെ, അത് ഞാൻ തന്നെ പറയാം. ഞങ്ങൾ വീട് വൃത്തിയാക്കുമ്പോ ആരോ ഒരാള് കോളിംഗ് ബെൽ അടിച്ചു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അവൻ ഞങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഓടിപ്പോയി. വീണ്ടും പുറത്തൊന്ന് നോക്കിയപ്പോൾ അവനെ കാണുവാനില്ല. അവൻ വിട്ടിട്ട് പോയ ബോക്സിൽ ഇതുണ്ടായിരുന്നു. ജെറി, എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? ഒന്നും കിട്ടിയിട്ടില്ല. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇതൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടതാണ്. അത് എവിടെയാണ് ഉള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് മെസ്സേജിൽ കൂടി അറിയിക്കാം. എന്ത് പറഞ്ഞാലും അത് വേഗം പറയണം. നിങ്ങൾ ആദ്യം പോകേണ്ടത് ഈ ഇൻഡസ്ട്രി ഉള്ള സ്ഥലത്തേക്കാണ്. ഓ, എന്താ ഇത്? അടുത്തത് എവിടെയാണ് നിർമ്മിക്കുന്നതെന്ന് വെച്ചാൽ ദാ ഇവിടെ തന്നെയാണ്. മൂന്നാമത്തെ സ്ഥലം ഏതാ? നിൽക്കൂ, പറയാം. നിങ്ങൾ മൂന്നാമതായിട്ട് പോകേണ്ടത് ഈ ഫാക്ടറിയിലേക്കാണ്. ഈ മെഷീൻ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഈ ഹെയർ ഡ്രയർ നിങ്ങൾക്കുള്ളത്, വാച്ചും നിങ്ങൾക്കുള്ളതാണ്. അതുപോലെ നമ്മുടെ പുതിയ കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ചാൽ ഗാഡീസ്, അത് അവരുടെ കൈ കൊടുക്കൂ.
ഇത് നിങ്ങൾക്ക് ഏത് സ്ഥലത്തും ഉപയോഗപ്പെടാം, നല്ലതാണ്. പക്ഷെ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത്? അത് എന്റെ കയ്യിലേക്ക് തരൂ. ദാ ഇവിടെ ഇരിക്കുന്ന ഈ മെഷീനിൽ ലൈറ്റ് ആയിട്ട് പ്രസ് ചെയ്താൽ ദാ ഇതുപോലെ പ്രവർത്തിക്കും. എനിക്കിവിടെ വരുന്നത് ഒട്ടും ഇഷ്ടമായില്ല. ഈ സ്റ്റാച്ചുനെ കണ്ടിട്ടാണോ നീ ഇത്രയും ഒച്ച വെച്ചത്? ഈ സ്ഥലത്ത് ഏതോ വ്യത്യസ്തമായ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ആണോ? ഞാനൊന്ന് നോക്കട്ടെ. അത് ചിലപ്പോ സീക്രട്ട് ഡോർ ആയിരിക്കും. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ സ്ഥലം മുഴുവൻ ട്രേസ് ചെയ്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ക്ലൂ കിട്ടാതിരിക്കില്ല. ഗ്രേറ്റ്! നീ വേഗം ഈ സ്ഥലത്തിന് ട്രേസ് ചെയ്തേ. അതെങ്ങോട്ടാ വരുന്നത്? വഴി പോകാം. ഇവിടെ നിൽക്കുന്നത് നമുക്ക് അപകടമാണ്. അതോ അവര് അങ്ങോട്ടാ ഓടുന്നു? അങ്ങനെ അങ്ങ് രക്ഷപ്പെടണ്ട. നീ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ എളുപ്പത്തിൽ നിന്നെ പിടിക്കും. ഞങ്ങളുടെ കയ്യിൽ ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ട്. നീ എവിടെ പോയാലും ഞങ്ങൾ നിന്നെ കണ്ടുപിടിക്കും. ആരാണെന്നത് ഞങ്ങൾക്ക് കാണണം. അതുകൊണ്ട് ഫേസിലെടുത്ത് മാറ്റാം. ഞാൻ എന്തായി കാണുന്നത്? നീ സ്കാം അല്ലേ? നീ ജയിലിലായിരുന്നല്ലോ. നിങ്ങളും ഈ സമയം വീട്ടിലാണ് ഇരിക്കേണ്ടത്, പക്ഷെ നിങ്ങൾ അവിടെ ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. എന്താ ശരിയല്ലേ? ഞാൻ ചെന്ന് നോക്കി വരാം. ശരി, എന്റെ പ്ലാൻ മനസ്സിലാക്കി നിങ്ങൾ എങ്ങനെയാ അവിടെ എത്തിയത്? നീ ചെയ്ത കാര്യത്തിന് നിനക്ക് ഒരിക്കലും മാപ്പില്ല. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ വിചാരിച്ചത് സാധിക്കണ്ടേ? നിങ്ങൾ വിചാരിച്ചത് നടക്കണമെന്നല്ലേ ഇങ്ങോട്ട് വന്നത്? അതുപോലെ തന്നെ ഞാൻ. ഇതാ ഇവനാ ആദ്യത്തെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇവരെ നീ അറസ്റ്റ് ചെയ്ത് വെക്കായിരുന്നു ഇവിടെ. നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇവരെ ബന്ദിയാക്കിയിരിക്കുകയാണ്, പക്ഷെ ഞാൻ ഇവനെ ഒന്നും ചെയ്യുകയില്ല. ഇവിടെയുള്ള കാര്യങ്ങൾ മുഴുവനും ജെറി അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം വീട്ടിൽ ചെന്ന് ക്ലീനിങ് വർക്ക് ചെയ്യേണ്ടതുമാണ്. നമ്മുടെ ടീമിന് ആവശ്യമുള്ള ഷൂ എങ്ങനത്തെ ആയിരിക്കും? ഇത് കഴുകി കുറെ ദിവസമായി കാണും. ഇത് നമുക്ക് ഇടാൻ പറ്റില്ല. വേറെ എന്താ ഐഡിയ ഉള്ളത്? നമുക്ക് സോക്കർ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഷൂന്റെ ആവശ്യമുണ്ട്. ഓ, എനിക്കിത് വേണ്ട. കഴിക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. ഓ, വേഗം വരൂ. നമുക്ക് ജയിച്ചേ പറ്റൂ. അതിന് പ്രാക്ടീസ് ചെയ്യണ്ടേ? ഇവളെന്താ ഇത്ര ആവേശത്തിലേക്ക് പോകുന്നേ? ഇവിടെ വരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾ എല്ലാവരും മര്യാദയ്ക്ക് തിരിച്ചു പോകുന്നത് നല്ലത്. കാരണം എന്റെ ടീം ഇതിൽ പങ്കുചേരുന്നുണ്ട്. തോക്കാൻ നിൽക്കാതെ മര്യാദയ്ക്ക് പോകുന്നതാ നല്ലത്. എന്നെ വൃത്തികേടാക്കാൻ തീരുമാനിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പറ്റുന്നില്ല. ഓ, അവരുടെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു. ഹേയ്, എന്തിനാ നീ ഞങ്ങളുടെ ബോൾ തടയുന്ന? മര്യാദയ്ക്ക് തിരിച്ചു തന്നേ. മാഗി, നീ എന്താ പരസ്യത്തിൽ വരുന്നത് പോലെ ചിരിച്ചു നിൽക്കുന്ന? ഇങ്ങനെ കളിച്ച ആ ട്രോഫി തീർച്ചയായിട്ടും ഇവള് അടിച്ചെടുക്കും. ഇതെന്താ മായാജാലക്കാരൻ കാണിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നത്? ഇവൾക്ക് ഇത്രയും ശക്തി എവിടുന്നായിരിക്കും കിട്ടിയിരിക്കുന്നത്?
ഇത് നമ്മുടെ ലാബിലുള്ളത് പോലെ തന്നെ ഉണ്ടല്ലോ. ഇത് കാണാനായിട്ട് ഒരു DNA പോലെയുണ്ട്, പക്ഷെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. മര്യാദക്ക് ജെറിന്റെ കൈ കൊടുത്താ പോരെ, എന്തിനാ നീ ഇവിടെ കൊണ്ടുവന്നത്? എന്ത് പറ്റി? സോറി, ഡയറ്റിലാണെന്ന് പറഞ്ഞ ഒന്നും കഴിക്കാറില്ലല്ലോ, അതുകൊണ്ടാ ഇങ്ങനെ ആയിപ്പോയത്. ഏയ്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഓ, അതാരായിരിക്കും? ഓ, ഇവനായിരുന്നോ? ഗേൾസ്, നിങ്ങൾ ഇവിടെയാണോ ഉള്ളത്? അടുത്ത ആഴ്ചത്തെ ടെസ്റ്റിന് നമുക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാം. ആ, അതൊരു നല്ല ഐഡിയ ആണല്ലോ. നമുക്ക് ചേർന്ന് പഠിക്കാം. നീ കാന്റീനിലേക്ക് ചെന്ന് കുറച്ച് മഫിനും കോഫിയും വാങ്ങിച്ചിട്ടുണ്ടോ? ഏയ്, ആ എലി എന്തിനാ എന്നെ അങ്ങനെ നോക്കുന്നത്? നമുക്ക് നാളെ പഠിക്കാം. ഇപ്പോഴല്ലേ നീ ഇവനെ പുറത്താക്കിയത്? പിന്നെ ഇതാരാ? നീ ഇങ്ങനെയൊക്കെ ചെയ്ത പിന്നെ നിന്റെ കൂടെ ചേർന്ന് ഞങ്ങൾ പഠിക്കില്ല. എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? സോറി, എനിക്ക് വേറെ വഴിയൊന്നും കിട്ടിയില്ല. രക്ഷപ്പെട്ടു, ഒന്നും സംഭവിച്ചില്ല. അവിടെ എന്താണ് പ്രശ്നം ഗേൾസ്? എന്തുണ്ടായാലും അത് എന്നോട് പറയുക. ഞങ്ങള് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കില്ല. ഹലോ, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നെ പോലെ ആയത് എങ്ങനെയാ? സാം എവിടെയാണ് പോയിരിക്കുന്നത്? അവൾ ആ ലാബ് വൃത്തിയാക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ എത്തും, നിങ്ങൾ പേടിക്കണ്ട. നമ്മൾ ഏത് മിഷൻ സ്റ്റാർട്ട് ചെയ്തു ആ മിഷൻ തന്നെ തുടരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ ഇത് ഇങ്ങനെ കാണുന്നത്? ഞാൻ ഇവിടേക്ക് വന്നത് നിങ്ങൾക്ക് വലിയ ശല്യമാണ്. സാം, നീ എന്താ അവന്റെ കൂടെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്? ഇത് സാം അല്ല, സാമിനെ കഴിഞ്ഞും ബുദ്ധിയുള്ളവൾ, സാമിനേക്കാളും വളരെ ശക്തിയുള്ളവൾ. നീ ഞങ്ങളുടെ സാമിനെ എന്താ ചെയ്തത്? അതിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട ഒരു ആവശ്യവുമില്ല. പിന്നെന്താ അവള് സാമിനെ പോലെ തന്നെ എല്ലാം വൃത്തിയാക്കുന്നത്? അതായത് അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. പക്ഷെ അവളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്റെ കയ്യിലുണ്ട്. കാരണം ഈ ലോകത്തിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം. നീ കുറച്ചുകൂടി വേഗം കൂട്ടണം, മനസ്സിലായോ? ഇപ്പൊ കണ്ടോ എന്താ സംഭവിക്കാൻ പോകുന്നത്? നീ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഓ, നീ അതല്ലേ നോക്കാൻ പറഞ്ഞത്? കണ്ടില്ലേ, ഇതുപോലെ എത്ര പേരെ വേണമെങ്കിലും എന്നെ കൊണ്ട് നിർമ്മിക്കാൻ കഴിയും. അതാണ് എന്റെ കഴിവ്. എന്റെ കഴിവിനെ കുറിച്ച് നിനക്കറിയില്ല. എന്താ ഇത്? എന്നെ പോലെ മറ്റൊരു എന്റെ കാലൊന്ന് വിട്. എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന? എന്തിനാ എന്നെ പോലെ ഇതിനെ കൊണ്ടാക്കിയത്? ആലക്സ്, നീ എന്തായി കാണിക്കുന്നത്?
നീ ക്ലോവർ ആണോ? ഊപ്പ് ഏജൻസിനെ നശിപ്പിക്കണം, അതാണ് ഞങ്ങളുടെ ദൗത്യം. ഈ ലോകത്തിനെ രക്ഷിക്കുന്നത് നിങ്ങളാണ്, അതുകൊണ്ടാണത്. നമ്മൾ ആക്രമിക്കാൻ എത്ര പേരാന്ന് കണ്ടോ ജെറി? പ്രശ്നങ്ങളെ നേരിടണം, എന്നാൽ മാത്രമേ നമ്മൾ ഏജന്റ് ആയിട്ടിരിക്കാൻ പറ്റൂ. കാരണം അവർ കൊള്ളാലോ, നന്നായിട്ട് ഡയലോഗ് പറയുന്നുണ്ട്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന? ഞങ്ങൾ വിട്ടേക്ക്. അവന്റെ അടുത്ത് അപേക്ഷിക്കാൻ പാടില്ല, നമ്മൾ ജയിക്കണം. അതിനുവേണ്ടി യുദ്ധം ചെയ്യും. ശരിയാ, നമ്മളൊക്കെ വൂപ്പ് ഏജൻസ് ആണ്. ഹോ, ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഹോ, അതിനുള്ള വഴി എന്താ? ഇതുകൊണ്ട് എല്ലാവരും തടയാം. ഓ സോറി ജെറി. അലക്സ്, കുറച്ച് എനിക്ക് ഇങ്ങി താ. ദാ ഇവിടെയുണ്ട്. നീ സോക്കർ ടീമിന്റെ ലീഡർ ആണെന്ന് ഇപ്പൊ തെളിയിച്ചു. നിങ്ങളെ രക്ഷിക്കാനുള്ള ആയുധം ഇതിന്റെ അകത്തുണ്ട്. ദാ എടുത്തോ. ക്ലോവർ, വേഗം വാ. ഓ ക്ലോവർ, ജെറി സൂക്ഷിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പ്രകടനം ഗേൾസ്? ഇവരെ നശിപ്പിക്കാനുള്ള ക്യാപ്സൂൾസ് ഒക്കെ തീർന്നു പോയി. നീ വിഷമിക്കണ്ട. ഞാൻ വിചാരിച്ചപ്പോൾ സാധിക്കാൻ പോകുന്നു. എന്നെ കൊണ്ട് പറ്റുന്നില്ല. നീ നല്ല കളിക്കുന്നു, ക്ലോവർ. നീ ഒരു സ്പൈ ആണെന്ന് തെളിയിച്ചിരിക്കുന്നു. താങ്ക് യു ജെറി. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്നെ ഇറക്കി വിട്. സർ, ഇവൻ ഒരുപാട് സംസാരിക്കുന്നു. ഇവൻ എന്തെങ്കിലും ചെയ്യണോ? വേണ്ട ഗ്ലാഡീസ്, അവനെ നിയമത്തിന്റെ കയ്യിൽ കൊടുക്കാം. വേണ്ട. സാം എവിടെയാന്ന് കണ്ടുപിടിച്ച് അവൾ ആദ്യം രക്ഷിക്കണം. പെട്ടെന്ന് തന്നെ അവളെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരണം. അടുത്ത മിഷനെ പറ്റി നമുക്ക് സംസാരിക്കാം. നിങ്ങൾ രണ്ടുപേരും ഞാനില്ലാതെ ഒരു മിഷൻ പൂർത്തിയാക്കി വന്നു അല്ലേ? അതെ സാം. ശരി, ഇനി നിങ്ങൾ നിങ്ങളുടെ ജോലി തുടർന്നോളൂ. അലക്സ്, നിന്റെ പണി പോയി പൂർത്തിയാക്ക. വല്ലാതെ ക്ഷീണം തോന്നിക്കുന്ന സാം, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ശരിയാ സാം, ഞങ്ങൾക്ക് ഒരുപാട് ടയേർഡ് ആയിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? നമ്മളുള്ള സ്ഥലം നമ്മൾ വേണ്ട വൃത്തിയാക്കാനായിട്ട്. ജോലി ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, വേഗം ചെയ്യ്. ക്ലീനിങ് അല്ലാതെ വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ പറ. ഓ ഓ, ഈ സ്ഥലം എന്താ ഇങ്ങനെ ഉള്ളത്? ഇത് വേറെ ആരോ ചെയ്ത പണിയാന്നാ തോന്നുന്നത്. ആർക്കറിയാം? ഞാനല്ല. ഞാൻ എപ്പോഴാ വീട്ടിലേക്ക് വരുന്നത്? നിനക്ക് തന്നെയാണ് സംശയം. ഇന്നാ ഇത് കൊണ്ടുപോയി വൃത്തിയാക്ക്.